രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുള്ളൊരു തിരുവചനം മാത്രം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. ആകാശം മാറും, ഭൂതലവും മാറും, ആദ്യം മുതൽക്കേ മാറാതുള്ളൊരു നിൻവചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുള്ളൊരു തിരുവചനം മാത്രം. ഇസ്രായേലേ, ഉണരുക നിങ്ങൾ, വചനം കേൾക്കാൻ ഹൃദയമൊരുക്കൂ. ഇസ്രായേലേ, ഉണരുക നിങ്ങൾ, വചനം കേൾക്കാൻ ഹൃദയമൊരുക്കൂ. വഴിയിൽ വീണാലോ വചനം ഫലമേകില്ല, വയലിൽ വീണാലെല്ലാം കതിരായിടും. വഴിയിൽ വീണാലോ വചനം ഫലമേകില്ല, വയലിൽ വീണാലെല്ലാം കതിരായിടും. ആകാശം മാറും, ഭൂതലവും മാറും, ആദ്യം മുതൽക്കേ മാറാതുള്ളൊരു തിരുവചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുള്ളൊരു തിരുവചനം മാത്രം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുദിന വചനം: ഹി ദാറ്റ് ഈസ് നോട്ട് വിത്ത് മീ ഈസ് അഗെയിൻസ്റ്റ് മീ. എനിക്ക് അനുകൂലമല്ലാത്തവൻ എനിക്ക് പ്രതികൂലം ആകുന്നു. ഞങ്ങളെ പാറയും വീണ്ടെടുപ്പുകാരനുമായ കർത്താവേ, ഞങ്ങളെ അത്തരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാത്മാവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണം, പഠിപ്പിക്കണം. ആമേൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 30-ാം തിരുവചനം. മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 12 verse 30. He that is not with me is against me, and he that gather not with me scattered abroad. എനിക്ക് അനുകൂലമല്ലാത്തവൻ എനിക്ക് പ്രതികൂലമാകുന്നു, എന്നോടുകൂടെ ചേർക്കാത്തവൻ ചിതറിക്കുന്നു. ആമേൻ. ചിതറിക്കുന്നവൻ സാത്താനാണ്, ശേഖരിക്കുന്നവൻ ദൈവമാണ്. ഈ ഭൂമിയിൽ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കുന്നവൻ സാത്താനാണ്. എവിടെ കലഹമുണ്ടോ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ദുരാത്മശക്തിയായിരിക്കും. ആ ദുരാത്മശക്തി കടന്നു വരുന്നത് കൊമ്പും പാലും വെച്ച് കറുത്ത ഏതെങ്കിലും ഒരു വേഷം ധരിച്ചല്ല, പച്ച മനുഷ്യന്റെ രൂപത്തിലാണ് സാത്താൻ വരുന്നത്. പിശാചിനെ കണ്ടിട്ടുണ്ടോ? കാണണ്ടേ? പിശാചിനെ കാണാനായിട്ട് സെമിത്തേരിയിലെങ്ങും പോകണ്ട, ഒരു പുതിയ പിശാചിഞ്ഞ ഉണ്ടാകത്തില്ല. പിശാചിനെ കാണണമെങ്കിൽ ഒന്ന് പരസ്പരം നോക്കിയാൽ മതി. വെളിച്ചതുന്നന്റെ വേഷത്തിൽ സാത്താൻ വരുമെന്ന് വചനത്തിലുണ്ട്. അവൻ വരുന്നത് പച്ചപ്പക്ക മനുഷ്യന്റെ രൂപത്തിലാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം തിരുവചനം: മോഷ്ടിപ്പാനും അറുപ്പാനും മോടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല, അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ ജീവൻ സമൃദ്ധിയായി നൽകാൻ കഴിവുള്ള ഒരേ ഒരുവൻ മാത്രം, അതിന്റെ കർത്താവായ യേശു ക്രിസ്തു ആകുന്ന ദൈവമാണ്. ജീവന്റെ ഉറവിടം യേശു അത്രേ. സാത്താൻ പാപം കൊണ്ടും കള്ളം പറഞ്ഞും ദിശ തെറ്റിച്ചും മനുഷ്യരെ വീഴ്ത്തുന്നു. ഒന്ന് ചുറ്റും നോക്കിയാൽ നാം കാണുന്നത് അനുഗ്രഹത്തെക്കാൾ കൂടുതൽ ചതിയും വഞ്ചനയുമാണ്, അതും ദൈവത്തിൻ്റെ പേരിൽ. എന്നാൽ ദൈവം ചിതറിക്കിടക്കുന്ന സകലരെയും ശേഖരിക്കുന്നവനാണ്. ഇസ്രായേൽ ചെയ്ത പാപത്തിൻ ഫലമായി
അവർ ലോകം മുഴുവനും ചിതറിക്കപ്പെട്ടു. എന്നാൽ അവർ അനുതാപപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് മടങ്ങി വന്നാൽ ദൈവം അവരെ ശേഖരിച്ച് മടക്കിക്കൊണ്ടുവരുമെന്ന് യഹോവ വാഗ്ദത്തം ചെയ്തിരുന്നു. ഈ വാഗ്ദത്തത്തെക്കുറിച്ച് യെശയ്യാവും യെഹെസ്കേലും യിരെമ്യാവും നെഹെമ്യാവും ആമോസും മറ്റു പല പ്രവാചകന്മാരും പ്രവചിച്ചിട്ടുണ്ട്. യെഹെസ്കേൽ പ്രവാചകൻ 20-ാം അധ്യായം അതിന് 34-ാം തിരുവചനത്തിന്റെ പ്രവചനം എന്താണെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും ചൊരിയുന്ന ക്രോധം കൊണ്ടും ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് പുറപ്പെടുവിക്കുകയും നിങ്ങൾ ചിതറിപ്പോയിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് ശേഖരിക്കുകയും ചെയ്യും. യിരെമ്യാ പ്രവാചകന്റെ പ്രവചനം എന്തായിരുന്നു? 23:3. യിരെമ്യാവ് 23:3. എന്റെ ആട്ടിൻ കൂട്ടത്തിൽ ശേഷിച്ചിരിക്കുന്നവയെ ഞാൻ അവയെ നീക്കിക്കളഞ്ഞിരിക്കുന്ന സകല ദേശങ്ങളിൽ നിന്നും ശേഖരിച്ച് അവയുടെ പുൽപ്പുറങ്ങളിലേക്ക് വീണ്ടും കൊണ്ടുവരും. അവ വർദ്ധിച്ചു പെരുകും. ഹല്ലേലൂയ. ഒരിക്കലും ദൈവജനത്തെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കാൻ സാധ്യമല്ല സാത്താനെ. ഹല്ലേലൂയ. ഇന്ന് ദൈവജനത്തെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കാനായി വരുന്ന സാത്താന്റെ ലക്ഷണമെന്ന് പറയുന്നത് മതമാണ്. പിതാക്കന്മാരോട് ചെയ്ത ഈ വാഗ്ദത്തം ഓർത്ത് നെഹെമ്യാവ് വിലപിച്ച് പ്രാർത്ഥിക്കുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നെഹെമ്യാ പ്രവാചന പുസ്തകം 1:9. എന്നാൽ നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞ് എന്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവയെ അനുസരിച്ച് നടന്നാൽ നിങ്ങളുടെ ഭ്രഷ്ടന്മാർ ആകാശത്തിന്റെ അറുതി വരെയും എത്തിയിരുന്നാലും ഞാൻ അവിടെ നിന്ന് അവരെ ശേഖരിച്ച് എന്റെ നാമം സ്ഥാപിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്ത സ്ഥലത്ത് കൊണ്ടുവരും എന്ന് നിന്റെ ദാസനായ മോശയോട് നീ അരുളി ചെയ്ത വചനം ഓർക്കേണമേ. ബൈബിള് ഒരു കഥപുസ്തകമല്ല. ബൈബിൾ ദൈവത്തിന്റെ വചനമാണ്. അത് ചരിത്ര പുസ്തകമാണ്. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറിപ്പോകാത്തത് മകനെ മകളെ നിന്റെ കയ്യിൽ പരിശുദ്ധാത്മാവ് ദൈവം എഴുതി തന്നിരിക്കുന്ന ഈ തിരുവചനമാകുന്ന ബൈബിളാണ്. ദൈവവചനമാണ്. അതിന് മാറ്റമില്ല. ആമോസ് പ്രവാചകനിലൂടെ പരിശുദ്ധാത്മാവ് ദൈവം എന്താ അരുളി ചെയ്യുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. ആമോസ് chapter 9:15. ഞാൻ അവരെ അവരുടെ ദേശത്ത് നടും. ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന ദേശത്തു നിന്ന് അവരെ ഇനി പറിച്ചു കളയുകയുമില്ല എന്ന് നിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. മനുഷ്യ, നീ യുദ്ധം ചെയ്യുന്നത് ദൈവവുമായിട്ടാണ്. നീ ഒരിക്കലും ജയിക്കുകയില്ലേ. സ്തോത്രം. ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് I will fight for you. ദൈവം തന്റെ ജനത്തിന് വേണ്ടി യുദ്ധം ചെയ്യും. ഹല്ലേലൂയ. ഈ പ്രവചനങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെട്ടു. ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ നിന്ന് ചിതറിക്കിടക്കുന്ന ഇസ്രായേൽ മക്കളെ ദൈവം ശേഖരിച്ച് പറിച്ച് നട്ടു. അവരെ സൗരഭ്യവാസനയുള്ളവരായി നടും എന്ന് യഹോവ വാഗ്ദത്തം ചെയ്തു. യെഹെസ്കേൽ പ്രവാചന പുസ്തകം 20:41 ദൈവവചനം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് പുറപ്പെടുവിച്ച് നിങ്ങൾ ചിതറിപ്പോയിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് ശേഖരിക്കുമ്പോൾ ഞാൻ നിങ്ങളെ സൗരഭ്യവാസനയായി സ്വീകരിക്കും. അങ്ങനെ ഞാൻ ജാതികൾ കാണെ നിങ്ങളിൽ വിശുദ്ധീകരിക്കപ്പെടും. ഹല്ലേലൂയ. ബൈബിളിലെ പ്രവചനങ്ങളെല്ലാം നിവർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആനുകാലിക സംഭവത്തിന്റെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് ലോകം മുഴുവനും അവരെ ഉറ്റുനോക്കുന്നു. ആരെ? ദൈവത്തിന്റെ ജനത്തെ. അവർ സൗരഭ്യവാസന ഉള്ളവരായി വാടാതെ വലിയ ശക്തിയായി നിലകൊള്ളുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ജനത്തോട് യുദ്ധം ചെയ്ത് ജയിക്കാമെന്ന് പലർക്കും മോഹമുണ്ട്. അവിടെ തോണ്ടുമായിരിക്കാം. പക്ഷേ മുടിച്ചു കളയാൻ സാധ്യമല്ല, തുടച്ചു നീക്കാൻ സാധ്യമല്ല. ഒരിക്കൽ ഹിറ്റ്ലർ അതിനുവേണ്ടി ദാഹിച്ചു പ്രയത്നിച്ചു. പക്ഷേ ഈ ലോകത്തുനിന്ന് നീക്കപ്പെട്ടത് ഹിറ്റ്ലറാണ്. ദൈവജനത്തെ ഗ്യാസ് ചേംബറിലിട്ട് കൊല്ലാൻ നോക്കിയ ആ ഹിറ്റ്ലർ എന്ന് ഹിറ്റ്ലറിന്റെ പേര് മാത്രമേ ഉള്ളൂ. പക്ഷെ ഹിറ്റ്ലർ ഇല്ല. അതുകൊണ്ട് പലരും ഹിറ്റ്ലറിന്റെ ആ വേഷം ധരിച്ച് ദൈവജനത്തെ തുടച്ചു നീക്കാനായിട്ട് കറങ്ങി നടക്കുകയാണ്. കറങ്ങി നടന്ന് അലയം കറങ്ങി വീഴുന്നല്ലാണ്ട് എൻ്റെ ദൈവത്തിൻ്റെ ജനത്തെ തൊടാൻ കഴിയില്ല സാത്താനെ. മിസ്രൈമിൽ നിന്നും വിടുവിച്ച് യഹോവയുടെ കൽപ്പന ലംഘനം മൂലം ചിതറിപ്പോയ ഇസ്രായേൽ ജനത്തോട് ചെയ്തിരുന്ന വാഗ്ദത്തം കർത്താവ് മറന്നില്ല. അവരെ ശേഖരിച്ച് സൗരഭ്യവാസനയായി നിർത്തിയ യഹോവയുടെ കരം ഇന്നും കുറുകിപ്പോയിട്ടില്ല. ഹല്ലേലൂയ.
കർത്താവിൻ്റെ കരം കുറുകി പോയിട്ടില്ല എന്ന് തെളിയിക്കുന്നതിൻ്റെ ഒരു അടയാളമാണ് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ. ഹല്ലേലൂയ. അതിൻ്റെ പിന്നിൽ സ്തോത്രം, എല്ലാ കണ്ടുപിടുത്തത്തിൻ്റെയും പിന്നിലെ ശക്തി എൻ്റെ കർത്താവാണ്. ഹല്ലേലൂയ. നശിപ്പിക്കാനല്ല, അത് ഈ ഭൂമിയെ വീണ്ടും പണിയാനാണ്. സ്തോത്രം. പക്ഷെ മനുഷ്യൻ അതിനെ നാശത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ ഉപയോഗിക്കുന്നവൻ്റെ നാശമായിരിക്കും. തകർന്നുപോയ കുടുംബ ബന്ധങ്ങളെ അവൻ ശേഖരിച്ച് തിരികെ കൊണ്ടുവരും. യെസ്, ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. തകർന്നു പോയ കുടുംബ ബന്ധങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വീണ്ടും വിളക്കി ചേർക്കപ്പെടട്ടെ. കുടുംബങ്ങൾ തകർക്കാനായി ദുഷ്ടൻ കൊട്ടയിട്ട എല്ലാ ചിന്തകളും കുടുംബ ബന്ധങ്ങളിൽ നിന്നും മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിലവിളി കേൾക്കുവാൻ കഴിയാതെ യഹോവയുടെ ചെവി മന്ദീഭവിച്ചിട്ടില്ലെന്നേ. ഇല്ല. ഈ കോൾ അപ്പോൺ മീ ആൻഡ് ഐ വിൽ ആൻസർ. നീ എന്നെ വിളിച്ചപേക്ഷിക്ക്, ഞാൻ നിനക്ക് ഉത്തരം വരുള്ളൂ. കർത്താവിൻ്റെ ഫോൺ നമ്പർ തന്നിട്ടുണ്ടല്ലോ, യിരെമ്യാവ് 33:3. നീ എന്നെ വിളിച്ചപേക്ഷിക്ക്. തൻ്റെ മക്കളുടെ കരച്ചിൽ കേൾക്കുന്ന ദൈവമാണ്. സഹോദര സഹോദരി, നീ വിളിക്കുന്നത് ഒരു മൂവ വിഗ്രഹത്തിൻ്റെ മുൻപിൽ പോയി നിന്നല്ല. അവിടെ പോയി വിളിച്ചിട്ടും കാര്യമില്ല. നിന്നെ അറിയുന്ന, നിന്നോട് ചേർന്ന് നിൽക്കുന്ന ജീവനുള്ള ദൈവത്തെ വിളിക്കാനായി എങ്ങും ഓടണ്ട. കർത്താവ് നിന്റെ കൂടെയുണ്ട്. ഈ ലോകത്തിൽ സഹായിപ്പാൻ കഴിയുന്ന കരങ്ങൾ താണു പോകുമ്പോൾ നമുക്ക് വേണ്ടി ഉയരുന്ന ഒരു കരമുണ്ട്. ആ കരത്തിൻ്റെ പേരാണ് കർത്തൃകരം, കർത്താവിൻ്റെ കരം. ആ കരം ചിതറിപ്പോയ ബന്ധങ്ങളെ ശേഖരിച്ച് കൊണ്ടുവരും. ഹല്ലേലൂയ. കർത്താവേ, തെറ്റിപ്പോയി എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി. നിങ്ങളെ സഹായിക്കണേ എന്ന് വിളിച്ചാൽ ഓൺ ദ സ്പോട്ട്. 7 ദിവസം ക്യൂ നിൽക്കണ്ട, നൊവേനയ്ക്ക് പങ്കെടുക്കണ്ട, തിരികത്തിച്ച് എങ്ങ് ഓടണ്ട, ഒരു തീർത്ഥാടന കേന്ദ്രത്തിലും പോകണ്ട. സ്വർഗരാജ്യം നിന്റെ ഭവനത്തിൽ തന്നെയുണ്ട്. നിന്നിൽ തന്നെയാണ് സ്വർഗരാജ്യം. ദൈവത്തിന്റെ തിരുസാന്നിധ്യം നീയാകുന്ന ദേവാലയത്തിലുണ്ട് മകനെ. കർത്താവ് ശേഖരിച്ചു കൊണ്ടുവന്നാൽ അവരെ പറിച്ചു കളയാൻ ആർക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ ആനുകാലിക സംഭവം ഒന്ന് നോക്കിയാൽ മതി. ദൈവത്തിൻ്റെ ഈ അത്ഭുത പ്രവൃത്തിയെ നമുക്ക് കാണാൻ കഴിയും. എവിടെയാണോ നാം നിന്ദിക്കപ്പെട്ടത്, എവിടെയാണോ നാം പരിഹാസപാത്രമായത്, അവിടെ ദൈവം നമ്മെ സൗരഭ്യവാസനയായി നിർത്തും. എന്നോട് ചേർന്നൊരാമേ പറയാം. ആമേ. ദൈവത്തിൻ്റെ കരം ചിതറിപ്പോയവരെ ശേഖരിക്കുന്നതിനായി ചലിച്ചുകൊണ്ടിരിക്കുന്നു. ലോകം തള്ളിക്കളഞ്ഞവരെ മൂലക്കല്ലായി നിർത്തുന്ന ദൈവമുണ്ട്. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ച് നെഹമ്യാവ് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. വാഗ്ദത്തങ്ങൾ നിറവേറി. നമ്മെ ദൈവം കാണുന്നു. നമ്മുടെ വിചാരങ്ങൾ ദൈവം അറിയുന്നു. നമ്മുടെ ചെറിയ ആഗ്രഹങ്ങൾ പോലും ദൈവം നിറവേറ്റി തരുന്നു. അവൻ ഉടഞ്ഞതിനെ പണിയും. ആമേൻ, ആമേൻ, ആമേൻ. ചിതറിപ്പോയവരെ ശേഖരിച്ചു കൊണ്ടുവരും. യെസ്, നാം സൗരഭ്യവാസനയായി മാറും. ആ ശക്തനായ ദൈവം ഏത് പരിസ്ഥിതിയിലും നമ്മോട് കൂടെ ഉണ്ട് എന്ന ദൈവ വാഗ്ദത്തത്തിൽ വിശ്വസിച്ച് മുന്നേറാം. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ ചിതറിപ്പാർക്കുന്ന വിശുദ്ധരായ ദൈവമക്കളെ ദൈവം തൻ്റെ സന്നിധിയിലേക്ക് ശേഖരിക്കുമ്പോൾ നാമും അതിൽ ഉള്ളവരാകുവാൻ സർവേശ്വരൻ്റെ കൃപയ്ക്കായി യാചിക്കാം. ഹല്ലേലൂയ. ബി റെഡി ആൻഡ് ഗെറ്റ് റെഡി. ദ ടൈം ഈസ് നിയർ. പ്രാർത്ഥിക്കാം. നിത്യൻ പരിശുദ്ധമായ ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, ഞങ്ങളുടെ ആയുസിൻ്റെ ഒരു ദിനം കൂടി തന്നതിനായി സ്തോത്രം. കഴിഞ്ഞ രാത്രിയിൽ ഉറക്കത്തിൽ ഉറങ്ങാതെ മയങ്ങാതെ ഞങ്ങളെ കാത്തു പരിപാലിച്ച് ആരോഗ്യത്തോടെ കൃപാസനത്തിൽ കൂട്ടിവരുത്തിയനായി, തിരുസന്നിധിയിലേക്ക് കൂട്ടിവരുത്തിയനായി നന്ദി പറയുന്നപ്പ. ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും കുടുംബമായി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളൊരനുഗ്രഹമായി ഞങ്ങളുടെ അനേകർ അനുഗ്രഹം പ്രാപിക്കുവാൻ അവിടെ ഞങ്ങളെ തിരുവുള്ളത്തിൽ സൂക്ഷിക്കുന്നതിനായി സ്തോത്രം. ഒരു ദുഷ്ടശക്തിയും ഞങ്ങളെ തൊടാതെ അത്ഭുതകരമായി ഞങ്ങളെ പൊതിയുന്നതിനായി സ്തോത്രം. അവിടുത്തെ അനുഗ്രഹത്തിൻ ചിറകും കീഴിൽ ഞങ്ങളെ മറയ്ക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ മാതൃരാജ്യം ഇന്ത്യ അനുഗ്രഹിക്കണമേ. ഇന്ത്യ അനുഗ്രഹിക്കപ്പെട്ടൊരു രാജ്യമായി മാറട്ടെ. ഇന്ത്യയെ ഞങ്ങൾ അവകാശമായി ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ നിന്റെ രാജ്യമായി മാറട്ടെ. ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലിനെ അനുഗ്രഹിക്കണമേ. അമേരിക്കയെ അനുഗ്രഹിക്കണമേ. ജർമ്മനിയെ അനുഗ്രഹിക്കണമേ. ഓസ്ട്രേലിയയെ അനുഗ്രഹിക്കണമേ. ഉക്രൈനെ അനുഗ്രഹിക്കണമേ. റഷ്യയെ അനുഗ്രഹിക്കണമേ. ഗൾഫ് രാഷ്ട്രങ്ങളെ അനുഗ്രഹിക്കണമേ. ആഫ്രിക്കൻ രാജ്യങ്ങളെ സമർപ്പിക്കുന്നു. വിശേഷാൽ നൈജീരിയയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടെ നിന്നിൽ വിശ്വസിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ
യേശുവിനെ രക്ഷകനാഥനുമായി ഏറ്റുപറയുന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ അനേക കുഞ്ഞുങ്ങൾ, അനേകം മക്കൾ, അനേക ക്രിസ്തീയ സഹോദരങ്ങൾ മരിച്ചു വീഴുകയാണ്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജീവന്റെ ഉറവിടമേ, നിന്റെ കരം ആ രാജ്യത്തിൻ്റെ മേൽ ഉയരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഒരിക്കൽ കൂടി ഇന്നത്തെ ദിനത്തിനായി നന്ദി. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാ ഭൗതിക നന്മകൾക്കായി സ്തോത്രം, ആത്മീയ കൃപാവരങ്ങൾക്കായി നന്ദി. ദൂരസഞ്ചാരത്തമായ ജോലിക്കായി, പഠനത്തിനായി പോയിരിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരായിരിക്കുന്ന ഇടങ്ങളിൽ അവിടുത്തോട് ചേർന്ന് ഒട്ടി നടക്കുവാൻ മക്കളെ സഹായിക്കണമേ. അവരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും എല്ലാം തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവയ്ക്കെല്ലാം തക്ക സമയത്ത് മറുപടി തന്ന് മക്കളെ മാനിച്ച് നിർത്തിയിരിക്കുക. സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയെ യാചനയെ കേട്ടിരിക്കാൽ നന്ദിയപ്പാ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. വയലേലകളിൽ കതിരുകളായി വിളകൊയ്യാനായി അണിചേർന്നിടാ. വയലേലകളിൽ കതിരുകളായി വിളകൊയ്യാനായി അണിചേർന്നിടാ. കാതുണ്ടായിട്ടും എന്തേ കേൾക്കുന്നില്ല, മിഴികൾ സത്യം എന്തേ കാണുന്നില്ല. കാതുണ്ടായിട്ടും എന്തേ കേൾക്കുന്നില്ല, മിഴികൾ സത്യം എന്തേ കാണുന്നില്ല. ആകാശം മാറും, ഭൂതലവും മാറും, ആദി മുതൽക്കേ മാറാതുള്ളൊരു തിരുവചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുള്ളൊരു തിരുവചനം മാത്രം. വചനത്തിൻ്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിൻ്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിൻ്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിൻ്റെ കതിരുകൾ കൊയ്യാൻ പോകാം.